ഇന്നത്തെ കാലത്ത് എല്ലാം കച്ചവടമാണ്. ഒരു കച്ചവടം നടക്കുമ്പോൾ ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ അടുപ്പ് പുകയുന്നുണ്ട്. എല്ലാം കച്ചവടമാണ്. ഡയറി മിൽക്ക് ആയാലും റോസപ്പൂ വാങ്ങുന്നതായാലും ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യമാണ്. അത് എൻ്റെ ഒരു മാസത്തെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് നൽകാൻ പറ്റുന്നത് ഞാൻ നൽകുന്നു. അത് എൻ്റെ ഒരു കൺസേൺ ആണ്. അതിനിപ്പോൾ ബാക്കിയുള്ളവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒരു പൂവ് എനിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കൂടെ കഴിയണം. എല്ലാ ദിവസവും പൂ കൊടുത്തു. അത് തന്നെയാണ് പറഞ്ഞത്. നേരത്തെ ചോദിച്ചതും. പക്ഷേ ചിലവർ ഞാൻ പറഞ്ഞല്ലോ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഈ ഒരു വേൾഡില് പറയാം മിക്കവരും ലൈക്ക് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ വളരെ തിരക്കേറിയ ജീവിതത്തില് അവർക്ക് മേ ബി ചിലപ്പോ ഇങ്ങനത്തെ ഒരു ദിവസം വളരെ ഉപകാരപ്രദമായിരിക്കും. അതിന് ഇത്രയേറെ പരസ്യം കൊടുത്ത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചാരിറ്റി എത്രയോ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ദിവസമുണ്ട്. അതിന് ഈ ചാരിറ്റി പോലുള്ള കാര്യങ്ങൾക്ക് ഇത്രയേറെ ഹൈലൈറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ചാരിറ്റി ഇപ്പൊ ഒരു കച്ചവടമല്ലേ? നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന എത്ര ആളുകൾ കച്ചവടമാണെന്ന് ഉറപ്പിച്ചു കച്ചവടമാക്കി കാണുന്ന വ്യക്തികളും ഉണ്ട്, നല്ല രീതിക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് സ്റ്റുഡന്റാ. ഞങ്ങൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ 365 ദിവസവും നിങ്ങളുടെ കസ്റ്റമറുടെ നിന്ന് പൈസ മേടിക്കാനുള്ളതാണ് നിങ്ങളുടെ സ്ട്രാറ്റജി. അതിൻ്റെ അത് ചില ദിവസങ്ങളിൽ ദയവായിട്ട് നമുക്ക് വാലന്റൈൻസ് ഡേ വന്നിട്ടുണ്ട്, എൻവയോൺമെന്റ് ഡേ വന്നിട്ടുണ്ട്, ഫാദേഴ്സ് ഡേ വന്നിട്ടുണ്ട്, മദേഴ്സ് ഡേ വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് ഓരോ ബ്രാൻഡ് അല്ലെങ്കിൽ ഇത് ഓരോ കമ്പനിയുടെ സ്ട്രാറ്റജിയാണ്. അതിൽ പോയി പെട്ട് അല്ലെങ്കിൽ അതിനൊരു സോഷ്യൽ നോമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അത് നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ ഫ്രണ്ടോ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എനിക്കിങ്ങനെയൊന്നുമില്ല. എനിക്ക് പ്രണയം പ്രകടിപ്പിക്കാൻ പൂ മേടിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അവൾക്കറിയാം എനിക്ക് അവളുടെ ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇത് കച്ചവടമായിട്ട് കാണുന്നവർക്ക് കച്ചവടമായിട്ട് കാണാം, ഇതിനകത്ത് ലാഭം ഉണ്ടാക്കുന്നവർക്ക് ലാഭം ഉണ്ടാക്കാം. പക്ഷേ ബേസിക്കലി ദിസ് ഇസ് വാലന്റൈൻസ് ഡേ ആണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരോട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസമാണ്. അതിനങ്ങനെ കണ്ടാൽ പോരെ. അതിനപ്പുറം ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക് ആക്കി ഇത് ലഹരി എൻ്റെ ഇടയിൽ കൂടെ വിൽക്കുന്നുണ്ട്, അതിന്റെ കൂടെ വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മോൻ പറയുന്നതിൽ ഒരു കാര്യം എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പുതിയ തലമുറയിലെ കുട്ടികളാണെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ ദിവസങ്ങളിൽ ചിലവർ രാത്രിയിലൊക്കെ ഇത് നൈറ്റ് ഷോ ഒക്കെ ഓരോരോ ഹോട്ടൽസിലെല്ലാം ഇത് പ്ലാൻ ചെയ്തിട്ട് അതിനകത്ത് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലഹരി ഉപയോഗം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കെമിക്കൽസ് അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്, 100% നടക്കുന്നുണ്ട്. ഹോട്ടലുകൾ ബുക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പറയട്ടെ, നമ്മൾ ഈ പെർട്ടിക്കുലർ ഡേയെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. കൂടുതൽ സാധ്യതയുണ്ടോ? ഓണത്തിന് അന്ന് ഇവിടെ മദ്യവിൽപ്പന എത്രയായിരുന്നു ഈ നാട്ടില്? എല്ലാ ദിവസവും ലഹരി ക്രിസ്മസിന് എത്രയായിരുന്നു? ഓരോ ദിവസങ്ങള് ഓരോ സ്പെഷ്യൽ ഡേ വരുമ്പോ ഓരോരുത്തരകത്ത് പറയാനുള്ളത്. അതുകൊണ്ട് നമുക്ക് വാലന്റൈൻസ് ഈ പ്രണയ വിശുദ്ധിയുള്ള ദിവസം ഇതിനായിട്ട് വിടാൻ പറ്റുമോ? ലഹരിക്കായിട്ട് വിടാൻ പറ്റുമോ? എന്നാ ക്രിസ്മസ് കർത്താവിന്റെ ജനനമാണ്. അന്ന് എന്തൊരു വിശുദ്ധ ദിവസം. അന്നത്തെ ന്യൂ ഇയറിന്, ഓണത്തിന്, ക്രിസ്മസിനാണ് ഏറ്റവും കൂടുതൽ മദ്യം ഇവിടെ വിൽക്കുന്നത്. ചെറുപ്പക്കാരായ കുട്ടികൾ പ്രത്യേകിച്ചും വാലന്റൈൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ഒരേ ഒരു കാര്യമേ അത് പറയട്ടെ, ഒരേ ഒരു കാര്യമേ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇതുപോലെയുള്ളതിൽ അറിയാവുന്നത് പെൺകുട്ടികൾ ചിലപ്പോൾ ചതിക്കപ്പെടുന്നുണ്ട്, അവരെ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട്. വേറെ സ്ഥലം എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഇവിടുന്ന് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാനായിട്ട് ഗോവയിൽ പോകുന്നു. ആ കുട്ടി പോലും അറിയാത്ത ചില പ്രശ്നങ്ങളിൽ ചെന്ന് പീടുന്നു. അതിനുശേഷം ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇതൊന്നും എപ്പോഴും എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവോടെ ഏറ്റവും നന്നായി പ്രണയിക്കാനും ഒരുമിച്ചിരിക്കാനും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും നമുക്ക് പറ്റണം. മാം ലാസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ 100% ഞാൻ അഗ്രീങ് ആണ്. പക്ഷെ മാം അതിന്റെ ഇടയ്ക്ക് പറഞ്ഞത് പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേ ദിനങ്ങളിലും, അത് പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേ ദിനങ്ങളല്ല, കുറച്ചെങ്കിലും ബോധം ഉണ്ടാവേണ്ടത് വാലന്റൈൻസ് ഡേക്കാണ്. നമ്മുടെ അതിലൊരു പോയിന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അന്നൊരു ബോധം ഉണ്ടാകുന്ന ദിവസമാണെന്ന്? അല്ല, അത് വാലന്റൈൻസ് ഡേയിൽ ബോധം ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ചെങ്കിലും ബോധം കുറവാണെന്നുള്ള വ്യംഗ്യമായിട്ടുള്ള അർത്ഥം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.